അമലിന്റെ കർമ്മത്തിന്റെ മനുഷ്യൻ എങ്ങനെ കറുത്തിരുണ്ട മുഖവുമായി ഏറ്റവും വൃത്തികെട്ട നാറ്റവുമായി, എന്നിട്ട് അവൻ പറയുന്നു, ഇതാ നിനക്ക് ഇതാ ചീത്ത വാർത്തയുണ്ട്, നീ സന്തോഷ വാർത്ത സ്വീകരിക്കുക. അപ്പോൾ ചോദിക്കുകയാണ്, ആരാണ് നീ, എന്താണ് നീ തിന്മയുമായി എനിക്ക് സുവിശേഷം അറിയിക്കുന്നത്? അപ്പോൾ ഈ വൃത്തികെട്ട മുഖമായി വന്ന ആള് നീ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ, ആ മലക്ക് പറയുകയാണ്, അനാമലുഖ, ഞാൻ നിന്റെ അമലാണ്. അൽ ഖബീസ്, ചീത്ത അമല്, നീ ചെയ്ത ദുഷ്കൃത്യങ്ങൾ, ദുർവൃത്തികൾ, നീ ചെയ്യാത്ത സൽക്കർമ്മങ്ങൾ, ആരാധനകൾ, അനുഷ്ഠാനങ്ങൾ, സൽക്കർമ്മങ്ങൾ, സുഹൃതങ്ങൾ, അതിൽ വരുത്തിയ വീഴ്ചകൾ, അപാകതകൾ, അബദ്ധങ്ങൾ, തെറ്റുകൾ, കുറ്റങ്ങൾ, ശിർക്ക്, ബിദ്അത്ത്, ഏതായാലും ശരി, അതിന്റെ ഫലമാണിത്. എന്നിട്ട് ഫവല്ലാഹി മാ അലിംതു ഇല്ലാ കുൻത ബതീഅൻ ഫീ അൻ തഅത്തില്ലാ സരീഅൻ ഇലാ മഅസിയത്തില്ലാ, ഞാൻ മനസ്സിലാക്കിയിരുന്നത് എന്താ, ഏതൊരു നല്ല കാര്യവും വരുമ്പോ നീ ബേക്കോട്ട്, നല്ലൊരു കാര്യം, നല്ലൊരു കർമ്മം, നല്ലൊരു വാക്ക്, നല്ലൊരു പ്രവൃത്തി, നല്ല വിശ്വാസം, അതിന് രംഗത്തെത്തുമ്പോ നീ പിന്നോട്ട് പോകുന്നു. സരീഅൻ ഇലാ മഅസിയത്തില്ലാ, അധർമ്മം, അക്രമം, ദുഷ്കൃത്യം, ദുഷ്കർമ്മം, ദുഷ്ടവിശ്വാസം എവിടെയുണ്ടോ അവിടെ നീ വേഗം ഓടിച്ചാടി വീഴുന്നു. അതാണ് ഞാൻ കണ്ടത്. ഫജസാക്കല്ലാഹു ശർറാ, അതുകൊണ്ട് നിനക്ക് അല്ലാഹു ചിത്ത പ്രതിഫലം നൽകുമാറാകട്ടെ. അങ്ങനെ പടച്ചതമ്പുരാൻ അയച്ച അവന്റെ കർമ്മത്തിന്റെ രൂപം അവിടെ ഹാജരാവുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അവൻ ആഗ്രഹിച്ചു പോകുന്നു, പടച്ചോനെ ഒരിക്കലും ഖിയാമത്ത് നാൾ ഉണ്ടാക്കല്ല റബ്ബേ എന്ന് പറയുന്നു, എന്നവൻ പ്രാർത്ഥിച്ചു പോകുന്നു, എന്നവൻ പറയുന്നു. അങ്ങനെ പടച്ചതമ്പുരാൻ അയച്ച മലക്കുകൾ അവനെ അടിക്കുന്നു. ഫയദ്രിബുഹു ലർബത്തൻ ഹത്താ യസീറ ബിഹാ തുറാബാ, ഒരടിയടിക്കുമ്പോൾ അവൻ മണ്ണായി മാറുന്നു. ഒറ്റയടി അവൻ മണ്ണായി മാറുന്നു. സുമ്മ യുഈദുഹു കമാ ഖാൻ, വീണ്ടും ശരീരം കൊടുക്കുന്നു. ഫയദ്രിബുഹു ലർബത്തൻ ഉഖ്റാ, അപ്പോൾ വീണ്ടും ഒരടി കൂടി അടിക്കുമ്പോൾ ഫയസീഹു സൈഹതൻ യസ്മഉഹു കുല്ലു ഷൈഇൻ ഇല്ല സഖലൈൻ, അവൻ ആ അടിയേറ്റ് പൊളഞ്ഞ് അർത്ഥട്ടഹസിക്കുന്നു. എല്ലാ ജീവികളും ആ ശബ്ദം കേൾക്കുന്നു. ആ ഖബറിന് ചുറ്റുവട്ടത്തുമുള്ള എല്ലാ ജീവികളും ആ ശബ്ദം കേൾക്കുന്നു. ഇല്ല സഖലൈൻ, മനുഷ്യരും ജിന്നും ഒഴികെ. സുമ്മ യുഫ്തഹു ലഹു ബാബും മിനൻ നാർ, നരകത്തിന്റെ വാതിൽ അവന് തുറക്കപ്പെടുന്നു. വയുമഹദു മിൻ ഫുർഷിൻ നാർ, നരകത്തിന്റെ വിരിപ്പ് അവനിട്ട് കൊടുക്കുന്നു. അവൻ പറയുന്നു, റബ്ബി ലാ തുഖിമിസ്സാഅ, പടച്ചോനെ അന്ത്യനാൾ വരുത്തല്ലേ എന്ന് അവൻ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള നരകത്തിന്റെയും സ്വർഗത്തിന്റെയും അവകാശികൾക്ക് ഖബറിലുണ്ടാകാൻ പോകുന്ന അനുഭവമാണ്, അവസ്ഥയാണ് നമ്മളെല്ലാവരും കേട്ടത്. ഫിർഔന്റെ കഥ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരു ദിവസവും, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അന്നാറു യുറളൂന അലൈഹാ ഗുദുവ്വൻ വഅശിയ്യാ വയൗമ തഖൂമുസ്സാഅ അദ്ഖിലൂ ആല ഫിർഔന അശദ്ദൽ അദാബ്. സൂറത്ത് ഗാഫിറിലെ 46-ാമത്തെ വചനം. രാവിലെയും വൈകുന്നേരവും നരകത്തിന്റെ വാതിലുകൾ തുറന്നിട്ടിട്ട് ഏറ്റവും കടുത്ത ശിക്ഷ ഫിർഔനും ഫിർഔന്റെ കുടുംബങ്ങൾക്കുമെല്ലാം സർവശക്തനായ പടച്ചതമ്പുരാൻ മലായിക്കത്തിനെ കൊണ്ട് നൽകിക്കുകയാണ്. അല്ലാഹു അക്ബർ. ഇതാണ് ഖബറിലെ ജീവിതത്തിന്റെ ചെറിയ ഒരു ചിത്രം. എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. ശരി, നരകത്തെക്കുറിച്ച് നമുക്കറിയാം, സ്വർഗത്തെക്കുറിച്ചും അറിയാം. ആ നരകത്തിന്റെയും സ്വർഗത്തിന്റെയും രണ്ട് അനുഭവങ്ങൾ ഖബറിൽ ഉണ്ടാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതേതുവരെയാണ്? ഇലാ യൗമി യുബ്അസൂൻ, ഖിയാമത്ത് നാൾ വരെയാണ്. എത്ര കാലമായി? ആദം അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചു പോയിട്ട് എത്ര കാലമായി?
അദ്ദേഹത്തിന്റെ കൊലയാളിയായ മകൻ, മനുഷ്യചരിത്രത്തിൽ ആദ്യമായി കൊലപാതകം നടത്തിയ ഖാബീൽ മരിച്ചുപോയിട്ട് എത്ര കൊല്ലങ്ങളായി. ഖബറിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹു ശിക്ഷിക്കുവാൻ തീരുമാനിച്ചു കഴിഞ്ഞ ആളുകൾക്ക്, അള്ളാഹു രക്ഷിക്കുവാൻ തീരുമാനിച്ചു കഴിഞ്ഞ ആളുകൾക്ക് സ്വർഗത്തിന്റെ സുഗന്ധം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സെക്കൻഡ് നേരത്തേക്ക് നമുക്കത് സഹിക്കാൻ കഴിയുമോ ആ ശിക്ഷ? ഇല്ല. എങ്കിൽ നമ്മൾ ഇവിടെ സുഖിക്കുന്നത് എന്തിന്, സന്തോഷിക്കുന്നത് എന്തിന്? ഇവിടെ സമാധാനം കിട്ടാൻ, ഇവിടെ കുടുംബങ്ങൾക്കിടയിൽ ശാന്തി ഉണ്ടാകാൻ അല്ലേ? ആണ്. എങ്കിൽ ആ ശാന്തിയും സമാധാനവും ഖിയാമത്ത് നാൾ വരെ കിട്ടാനും ഖിയാമത്തിലെ വിചാരണയ്ക്ക് ശേഷം സ്വർഗത്തിലെത്താനും ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ എന്ത് വിശ്വസിക്കണം? എന്ത് സൽക്കർമ്മം ചെയ്യണം? അത് ചെയ്താൽ ഇവിടെ എന്തെങ്കിലും ഒരു സുഖം നഷ്ടപ്പെടാനുണ്ടോ? അനുവദനീയമായ സുഖം, ഗുണമുള്ള എന്തെങ്കിലും ഒരു സുഖം, ദോഷമില്ലാത്ത എന്തെങ്കിലും ഒരു സുഖം ഈ ലോകത്ത് നഷ്ടപ്പെടാനുണ്ടോ? ഇല്ല. മുസ്ലിമായി, വിശ്വാസിയായി, സൽക്കർമ്മിയായി, സുഹൃതവാനായി ഇവിടെ ജീവിച്ചാൽ ഒരു നന്മയും നഷ്ടപ്പെടാനില്ല, ഒരു സന്തോഷവും നഷ്ടപ്പെടാനില്ല. ഉണ്ടോ? ഇല്ല. മറിച്ച് പരലോകം നഷ്ടപ്പെടുത്തുന്ന, ഖബറിലെ ശിക്ഷ കിട്ടുന്ന, ഖബറിലെ വിചാരണയിൽ തോൽക്കുന്ന ഏതൊരു കാര്യം ഇവിടെ ഉണ്ടോ അതെല്ലാം തൽക്കാലം സുഖമാണെങ്കിലും കുറച്ചു കഴിഞ്ഞാൽ തന്നെ ലോകത്ത് വെച്ച് തന്നെ, ദുനിയാവിൽ വെച്ച് തന്നെ അതിന്റെ ദുഃഖം നമ്മളെ പിടികൂടും എന്നതാണ് വസ്തുത. അതുകൊണ്ട് മടങ്ങണം, ഖബറിനെ കുറിച്ച് ആലോചിക്കണം. നിങ്ങൾ സകലമാന സുഖങ്ങളെയും നശിപ്പിച്ചു കളയുന്ന മരണത്തെപ്പറ്റി ഓർമ്മ വർദ്ധിപ്പിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മരണത്തെക്കുറിച്ച് ഓർക്കുക, നമ്മുടെ മരണത്തെക്കുറിച്ച് ഓർക്കുക, നമ്മുടെ ഖബറിനെ കുറിച്ച് ഓർക്കുക. ഞാൻ മരിച്ചാൽ എനിക്കെന്ത് സംഭവിക്കുമെന്നാണ് ആലോചിക്കേണ്ടത്. ഞാൻ മരിച്ചാൽ എന്റെ ബാക്കിയുള്ളവർക്ക് എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ച് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് പണമുണ്ടാക്കി ഉറക്കൊഴിച്ച് വെയിലുകൊണ്ട് ഭാര്യാഭർത്തൃ ജീവിതം പോലും ഒഴിവാക്കിയ സഹോദരങ്ങൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുണ്ട്. എന്നിട്ട് എന്തുണ്ടായി? മാതാപിതാക്കളെ കുറിച്ച് മക്കൾ പറഞ്ഞു, നല്ല വാപ്പ, നല്ല ഉമ്മ ഞങ്ങളെ സ്ത്രീധനം കൊടുത്ത് കെട്ടിച്ചു, ഞങ്ങളെ കല്യാണം നടത്തിയപ്പോൾ സ്ത്രീധനം വാങ്ങി, അതുകൊണ്ട് കെട്ടിടമുണ്ടായി, അതുകൊണ്ട് കല്യാണമുണ്ടായി. നല്ല വാപ്പ, നല്ല ഉമ്മ എന്ന് നാട്ടുകാർ പറയും, വീട്ടുകാർ പറയും, കൂട്ടുകാർ പറയും. പക്ഷേ പരലോകത്തോ നല്ല വാപ്പ എന്ന് പറയോ? നല്ല ഉമ്മ എന്ന് പറയോ? എവിടെയാ മോളെ പഠിക്കുന്നത്? ഇന്ന സ്കൂളിലാണ്. ഓ, എങ്ങനെ കിട്ടി? ഓ, അതൊന്നും പറയേണ്ട. വാപ്പിയും ആങ്ങളാരും എല്ലാരും കഷ്ടപ്പെട്ട് വളരെ കൂടുതൽ കഴുതക്കാല് പിടിച്ച് വാങ്ങിയതാണ്. എന്നിട്ടോ പരലോകത്തത് പറയോ? ളുഹ്റും അസ്റും നമസ്കരിക്കാൻ പറ്റാത്ത സ്കൂളിലാണോ മകൻ ചേർന്നത്? ഇസ്ലാമിന്റെ വേഷം ധരിക്കാൻ പറ്റാത്ത സ്ഥാപനത്തിലാണോ മകനെ ചേർത്തിയത്? മകൾ അവിടെ പോയി പഠിച്ചത് എന്തൊക്കെയാണ്? ശാസ്ത്രമാണോ, സാഹിത്യമാണോ, സാമൂഹ്യമാണോ, കണക്കാണോ? അതോ കൂട്ടത്തിൽ കുടിക്കാനും മറ്റുമൊക്കെ പഠിച്ചോ? നിസ്കാരം ഒഴിവാക്കാൻ പഠിച്ചോ? അനിസ്ലാമിക വേഷം ധരിക്കാൻ പഠിച്ചോ? എങ്കിൽ മാതാപിതാക്കളെ, ആ മക്കൾ നമുക്കെതിരായിട്ടാണോ നമുക്ക് അനുകൂലമായിട്ടാണോ പരലോകത്ത് സാക്ഷി പറയുക? അതാണ് ആലോചിക്കേണ്ടത്. ഈ ദുനിയാവിലെ ഒരുപാട് സുഖങ്ങൾ ഇല്ല എന്ന് വെച്ച്, വേണ്ട എന്ന് വെച്ച്, ഇടുങ്ങിയ മുറികളിൽ ഇടുങ്ങിയ സൗകര്യങ്ങളോടുകൂടി ആവശ്യമായ സുഖഭോഗങ്ങളൊന്നും അനുഭവിക്കാതെ തന്നെ ആ മക്കൾക്ക് വേണ്ടി നശിക്കുന്ന, ആ മക്കൾക്ക് വേണ്ടി മരിക്കുന്ന, ആ മക്കൾക്ക് വേണ്ടി കഠിനമായി അധ്വാനിക്കുന്ന സഹോദരങ്ങളെ, നാളെ പരലോകത്ത് ഈ മക്കൾ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുമോ ഇല്ലേ? പെങ്ങന്മാര് സാക്ഷി പറയുമോ ഇല്ലേ? പെങ്ങന്മാരെ കെട്ടിക്കുവാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കിയിട്ട് സ്ത്രീധനം കൊടുത്ത് അവരെ കെട്ടിച്ച സഹോദരങ്ങളെ, ആ പെങ്ങന്മാര് നമുക്കെതിരായിരിക്കും പരലോകത്ത്. പലിശ കൊടുത്ത് ലോൺ എടുത്ത് കടവാങ്ങി, എഡ്യൂക്കേഷൻ ലോൺ വാങ്ങി, വാഹനം വാങ്ങി, കുടുംബാംഗങ്ങൾക്ക് തീറ്റ കൊടുത്ത രക്ഷിതാക്കളെ, പരലോകത്തവർ നമുക്കെതിരായിരിക്കും. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹു അല്ലാത്തവരോട് ദുആയിരക്കുന്ന, അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്യുന്ന രംഗങ്ങളെല്ലാം സുന്ദരമാണ്. ജനക്കൂട്ടമുണ്ട്, മൗലീദാണ്, റാത്തീബാണ്, ചാവടിയന്തരമാണ്, കണ്ണൂക്കാണ്, കൂട്ടു ആമീനാണ്, കുനൂത്താണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്. അതിനെല്ലാം വമ്പിച്ച് ജനക്കൂട്ടമുണ്ട്, ആളുകളുടെ അംഗീകാരമുണ്ട്, പത്രങ്ങളുടെ പിൻബലമുണ്ട്, ചിത്രങ്ങളുടെ പിന്തുണയുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ പരലോകത്ത് നഷ്ടത്തിന് മേൽ നഷ്ടമല്ലേ?
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ് സൂറത്തു സുമറിൽ 65-ാമത്തെ വചനത്തിൽ, ലയഹബത്തന്ന അമലുക, കർമ്മങ്ങളെല്ലാം പൊളിഞ്ഞു പോകുമെന്ന്. അല്ലേ? അതുകൊണ്ട് ഇവിടെ സുന്ദരമായ മനോഹരമായ ആകർഷകമായ ശബ്ദങ്ങളും ചിത്രങ്ങളുമായി സിർക്കിന്റെയും ബിദ്അത്തിന്റെയും രൂപങ്ങൾ നമുക്കിവിടെ കാണാം. ബാങ്ക് കൊടുത്താൽ നമസ്കരിക്കുവാൻ പോകാൻ തോന്നേണ്ട, അലാറം വെക്കേണ്ട, വിളിച്ചുണർത്തേണ്ട, വിളിക്കണം എന്ന് വിചാരിക്കേണ്ട മനുഷ്യ, ചിലപ്പോഴെങ്കിലും കുറച്ചു കഴിയട്ടെ എന്ന് തോന്നുന്നുണ്ടോ? ആ മരണത്തെ പറ്റി ഓർക്കുക. അപ്പോൾ നമ്മൾ മരിച്ചാൽ നമ്മുടെ മക്കളുടെ സ്ഥിതി എന്താകുമെന്ന് ആലോചിക്കുന്നതിനോടൊപ്പം, ഈ മക്കൾക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ജീവിച്ചാൽ, ഭാര്യയ്ക്ക് വേണ്ടി, ആങ്ങളക്ക് വേണ്ടി, പെങ്ങൾക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ജീവിച്ചാൽ